ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാനൊരു ട്രേഡിംഗ് ബോട്ടിനെയാണ് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈ എക്സ്പെർട്ട് അഡ്വൈസർ MT5 കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ട്രേഡ് ചെയ്യുന്ന ഒരു ആൽഗോ മെത്തേഡാണ്, അല്ലെങ്കിൽ ആൽഗോ എന്ന് പറയും. എക്സ്പെർട്ട് പുതുതായിട്ട് ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതിന് പുതുതായിട്ട് കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ബോട്ട് എന്ന് പറഞ്ഞ ആൽഗോ ട്രേഡിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ്. ഞാൻ സ്വന്തമായിട്ട് കോഡ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇവിടെ നോക്കുന്നത്, ഞാൻ ഈ വർഷം ജനുവരി 1 മുതൽ കഴിഞ്ഞ മാസം ഇപ്പോൾ ജൂലൈ 31 വരെ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ $1000 ഇട്ട് ഞാൻ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് $1000 ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്തു. എനിക്ക് ബാക്ക് ടെസ്റ്റിലൂടെ കിട്ടുന്നത് $1000 $1,10,811 മാറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ഒരു പെർസെൻറ്റേജിൽ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 11,000% അതൊക്കെ നിങ്ങൾ കണക്കാക്കട്ടെ ജസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലാണോ? അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ ഇതിൻ്റെ വിന്നിങ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ട്രേഡിന് 84%, ലോങ് ട്രേഡിന് 86% ആണ് ഈ 7 മാസം കൊണ്ട് കിട്ടിയിരിക്കുന്നത്, ടോട്ടൽ ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ്, 5 മിനിറ്റ് സ്ട്രാറ്റജിയാണ്. ഗോൾഡിലാണ് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിലാണ് ഒന്നുകൂടി ഞാനിത് കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും വർക്ക് ചെയ്യിക്കാം ആ ഒരു ബോട്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ റെഫറൽ അക്കൗണ്ട് എടുത്ത ആൾക്ക്, ഇപ്പോൾ അൽപ്പായിലാണെങ്കിലും XNSലാണെങ്കിലും എൻ്റെ റെഫറൽ വഴി അക്കൗണ്ട് എടുത്ത ആൾക്ക് അവർക്ക് ലൈവ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആൽഗോ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ XNSൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറിലേക്ക് മാറിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ IBയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിത് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് അതിന് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ എൻ്റെ റെഫറിൽ ജോയിൻ ചെയ്യണമെന്നില്ല. ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. ആ ചാനലിൽ ഈ ഒരു എൻ്റെ ടെസ്റ്റ് വേർഷനും അതുപോലെ തന്നെ എങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അതുവഴി നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇനി പുതുതായിട്ട് ഏതെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ഈ രണ്ടിലും അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ താഴെ അൽപ്പാരിയുടെ റെഫറൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഇപ്പോൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സെറ്റ് ആക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈയെ കുറിച്ച് പറയാം. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഒരു 7 മാസത്തെ റിസൾട്ടാണ്. 7 മാസത്തെ റിസൾട്ട് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ പേഴ്സൻറ്റേജ് വൈസ് ഇക്വിറ്റി പേഴ്സൻറ്റേജ് ആണ്. അതാ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഇത്ര ശതമാനം ആയിരിക്കും റിസ്ക് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ള ട്രേഡിംഗ് ആണ്, ഈ വെച്ചിട്ടുള്ള റിസൾട്ടാണിത്. ഫിക്സഡ് ആയിട്ടുള്ള ലോട്ട് എടുക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു റിസൾട്ടിലേക്ക് വരില്ല എന്നും കൂടി ആദ്യം തന്നെ പറയട്ടെ. നിങ്ങൾക്ക് ഏത് രീതിയിലും ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ബാക്ക് ടെസ്റ്റ് വേർഷൻ ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ അതിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻപുട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ്റെ പേര് ഇതാണ്. ഇവിടെ A to Z ഗോൾഡൻ ടെസ്റ്റർ എന്നാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു 7 മാസത്തെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ടിൽ ഞാൻ ഗോൾഡിലാണ്. ഗോൾഡ് ഏകദേശം 3.5 ആണ് പോയിൻ്റാണ് ടാർഗറ്റ്, 3.5 SL. അതുപോലെ തന്നെ 15% ട്രailing SL കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് എത്രയാണ് TP അതിൻ്റെ 15% ആയിരിക്കും ട്രailing SL. പിന്നെ ന്യൂസ് ഫിൽറ്റർ ഉണ്ട്. ന്യൂസിൽ ട്രേഡ് എടുക്കില്ല, 15 മിനിറ്റ് മുമ്പും ആഫ്റ്ററും ട്രേഡ് എടുക്കില്ല. നല്ലൊരു ഓപ്ഷനാണത്. കാരണം നമുക്ക് ന്യൂസ് ട്രേഡിങ്ങിലൊക്കെ ഭയങ്കര ഫ്ലക്ച്വേഷനും മറ്റു കാര്യങ്ങളായിരിക്കും. അപ്പോൾ 15 മിനിറ്റ് അത് ആക്കിടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി പ്രോഫിറ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അത് ഡെയിലി ലോസ് ഇത്ര വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടാവും. പിന്നെ അന്ന് ട്രേഡ് എടുക്കില്ല, പിറ്റേ ദിവസം ട്രേഡ് എടുക്കുള്ളൂ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കളർ ഈ ഓറഞ്ച് കളർ, പിങ്ക് കളർ വന്നു കഴിഞ്ഞാൽ ന്യൂസ് ടൈം ആയിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. ബ്ലാക്ക് കളർ മാത്രമായിരിക്കും ഈ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ടൈം. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 5 മിനിറ്റ് 1/1/2025 മുതൽ 31/7/2025 വരെയാണ്. ഇതിൽ നമ്മൾ ലൈവ് വിഷ്വൽ മോഡ് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കൊടുത്ത അതേ സംഭവം തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ അക്കൗണ്ട് നമ്പർ കാണാം, അതുപോലെ തന്നെ ബാലൻസ് കാണാം, 7 ഡേ പ്രോഫിറ്റ് കാണാം, ദിസ് മന്ത് പ്രോഫിറ്റ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ബാലൻസ് $1000 ഇതിൽ ഡ്രോ ഡൗൺ ഉണ്ട് കേട്ടോ. $1000 നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയാണ് വരുന്നത് എന്നുള്ളത്.
930 വരുന്നുണ്ട്. അപ്പോൾ ഡ്രോ ഡൗണും ഇല്ലാത്ത ഫുൾ എല്ലാ ടൈമിലും നമുക്ക് പ്രോഫിറ്റ് തരുന്ന ഇഎകളൊന്നുമില്ല. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. എന്നാലും അത് നമ്മൾ റിക്കവർ ചെയ്ത് വരുന്നുണ്ടോ മാത്രം നോക്കാം. ഓക്കെ, ഇപ്പോൾ 0.8 എടുക്കുന്നത്, 0.8 0.9 നമുക്ക് പ്രോഫിറ്റ് കൂടുമ്പോൾ ലോട്ട് സൈസ് കൂടും, കാരണം ക്യാപിറ്റൽ കൂടുകയാണല്ലോ, ആ സമയത്ത് ഇങ്ങനെ കൂടും. ഇപ്പോൾ 1140 $1000 ഇട്ടത് 1140. ഇപ്പോൾ 8 വോളിയമാണ് ട്രേഡ് എടുക്കുന്നത്. ഇത് ഇപ്പോൾ ഫെബ്രുവരി മാസത്താണ് ഈ ഒരു വരുന്നത്. ഓക്കെ, 1022 ആ റേഞ്ചിലാണ് വരുന്നത്. 1150 9 ട്രേഡ് 10. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് വരും. നമ്മൾ ഈ ഒരു പൊസിഷന് കോമ്പൗണ്ട് ചെയ്ത് വരും. കാരണം അതിൽ റിസ്ക് പെർസെൻറ്റേജ് 3% എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോൾ 1600 ഏകദേശം 60% പ്രോഫിറ്റ്. പിന്നെ അങ്ങോട്ട് ചില മാസങ്ങളിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. മൈനസായ ഇത് പല അക്കൗണ്ടിലും പല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ബാക്ക് ടെസ്റ്റ് വേർഷൻ തരുന്നുണ്ട്. അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ബാക്ക് ടെസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മന്ത്ലി പ്രോഫിറ്റ്, ഡെയിലി പ്രോഫിറ്റ്, 7 days പ്രോഫിറ്റ് ഇവിടെ കാണിക്കും കേട്ടോ. ഈ ഒരു പാനലിൽ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാണിക്കും. അപ്പോൾ 2961 ഏപ്രിൽ മാസത്തിലാണ്. 0.25 ആയിട്ടുണ്ട്. നമ്മൾ ലോട്ട് സൈസ് കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ പ്രോഫിറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്താകും, ലോട്ട് സൈസ് പെർസെൻറ്റേജിലാകുമ്പോൾ ലോട്ട് സൈസ് കൂടും. ഓക്കെ, അത് ആ ഒരു രീതിയിലായിരിക്കും പോവാം. ഇത് ഗോൾഡിൽ മാത്രമാണ്, XAI USDയിലാണ്. അപ്പോൾ എങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ 4565 ഇത് ഏത് മാസമാണ്? ഇത് ഏപ്രിൽ മാസം ആണ്. 4565 ഈ ഏപ്രിൽ മാസം $1800 $2200 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ബാക്ക് ടെസ്റ്റാണ്, റിയൽ ടെസ്റ്റ് അല്ല. റിയൽ ടെസ്റ്റ് ഞാൻ ഓൾറെഡി ഓട്ടോമാറ്റിക് ഇട്ടിട്ടുണ്ട്. ഇത് അതിലും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതെല്ലാം മാസം, ഇപ്പോൾ ഏത് മാസം 2020 മുതലോ 2015 മുതലൊക്കെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെ ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിലാണ്. ശരിക്കും 5 മിനിറ്റാണ് ഇൻട്രാഡേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി സ്വിംഗ് ഒക്കെ ആണെങ്കിൽ 1 hour ഒക്കെയാണ്. പക്ഷേ എനിക്ക് 5 മിനിറ്റിലാണ് കൂടി ആക്യുറസി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 12,000 ആയിട്ടോ. അപ്പോൾ 1 ലോട്ടായി, നമ്മുടെ വോളിയം 1 ലോട്ടായി. അപ്പോൾ അത് കോമ്പൗണ്ട് ചെയ്ത് ഇങ്ങനെ വരുമായിരിക്കും. നമ്മുടെ ഈ പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ക്യാപിറ്റലിൻ്റെ എടുക്കുന്ന ലോട്ട് സൈസ് ഇങ്ങനെ കൂടി വരും. നമ്മളിനി ഫിക്സഡ് ലോട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫിക്സഡ് ലോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി പെർസെൻറ്റേജ്, നിങ്ങൾ ക്യാപിറ്റൽ എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കോമ്പൗണ്ട് ചെയ്തോളും. ഇപ്പോൾ 21,000 ആയി നമ്മുടെ 2000 ഉള്ളത് 2000 ഉള്ളത് 21,000 ആയി, 26,000 ആയി. അപ്പോൾ ഇവിടെ ഡെയിലി ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ഓഫാക്കി വെച്ചേക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡെയിലി ഒരു ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു ക്യാപിറ്റൽ ഇട്ടിട്ട് ഒരു $100-500 ഇട്ടിട്ട് നിങ്ങൾക്ക് ഡെയിലി എനിക്ക് മാക്സിമം പോകാൻ പറ്റുന്ന $25 അല്ലെങ്കിൽ $50 എനിക്ക് ലോസ് വരുത്താൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു $75 മാക്സിമം മതി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് അധികം ട്രേഡൊന്നും എടുക്കില്ല. ബ്രേക്കൗട്ട് ആവുന്നതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം ചിലപ്പോൾ 2-3 ട്രേഡുകൾ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെയെങ്കിലും ചിലപ്പോൾ നമുക്ക് 3 ട്രേഡും SL എടുക്കാവുന്ന ചാൻസുകളും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ വിന്നിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 85 ആ റേഞ്ചിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ 10 ട്രേഡ് എടുക്കുകയാണെങ്കിൽ 8 ട്രേഡ് വിഞ്ചിയും 2 ട്രേഡ് ലോസ് ആയിരിക്കും. അങ്ങനെ ആ 3 ട്രേഡോ ലോസ് ആയിരിക്കും. ആ രീതിയിലാണ്. പക്ഷെ 100 ട്രേഡുകളാണ് ശരിക്കും കണക്കാക്കുക വിന്നിംഗ് റേഷ്യോ കണക്കാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ 1000 ഉള്ളത് 82,000 ആയിട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കണ്ട. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കോമ്പൗണ്ട് ചെയ്ത് ഇപ്പോൾ 8 ലോട്ടായി കോമ്പൗണ്ട് ചെയ്ത് വരുന്ന സിസ്റ്റമാണ് ഇതിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഫിക്സഡ് ആയിട്ടുള്ള ബാക്ക് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തി നോക്കുക. അതിനുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് ഇത് ചാനൽ തന്നിരിക്കുന്നത്. ഓക്കെ,
ഇപ്പോൾ $1000 1,11,811.87. നേരത്തെ പറഞ്ഞ അതേ എമൗണ്ട് തന്നെ വന്നിരിക്കുന്നത് 1,11,811. ഇത് വിന്നിംഗ് റേഷ്യോ 86%. ഇനി നമുക്ക് ഈ കഴിഞ്ഞ മാസം അഥവാ ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ 1/7 മുതൽ 31/7 വരെ നോക്കുക. $1000 ഇട്ടിട്ട് എത്രയാണ് വരുന്നതെന്ന്. ഓക്കെ, ഇവിടെ നോക്കട്ടോ. ഇവിടെ ഡോളറും വരുന്നുണ്ട്, അതുപോലെ തന്നെ മുകളിലേക്കും താഴേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എത്ര ശതമാനം നോക്കുക. അപ്പോൾ ക്യുമുലേറ്റ് നമ്മൾ എന്താ പറയുക, കോമ്പൗണ്ട് ചെയ്ത് വരില്ല. ഇവിടെ 0.10 മാത്രമേ വരുന്നുള്ളൂ. ഇനി അതിങ്ങനെ കൂടുമ്പോൾ ഇപ്പോൾ 0.11 ആയി. ആ രീതിയിൽ നോക്കുക. അപ്പോൾ ഈ മാസം 17-ാം തീയതി 18-ാം തീയതി വരെയായി ഏകദേശം $340 പിന്നെ 0.12 ആയി. ഇപ്പോൾ വോളിയം ഇപ്പോൾ 0.13 എടുക്കുന്നത്. നമ്മൾ പ്രോഫിറ്റ് ലോസ് വരുമ്പോൾ അതിനനുസരിച്ച് കുറയും. ഇപ്പോൾ $1000 കിട്ടത് ഈ മാസം 1-ാം തീയതി ആണെങ്കിൽ ഇപ്പോൾ $501, ഏകദേശം 50% ആണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മന്ത്ലി നോക്കുകയാണെങ്കിൽ, ഇനി നമുക്ക് കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മാസത്തെ നോക്കുകയാണെങ്കിൽ സെയിം പോലെ തന്നെ $1000 ഇട്ട് ജൂൺ മാസം ഇവിടെ 1042, 1050 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടോ. അതിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാത്രമാവില്ല, ലോസും ഉണ്ടാവും. അപ്പോൾ ലോസിനെ മാനേജ് ചെയ്യലാണ് ട്രേഡിങ്ങിൽ മെയിനായിട്ട്. ഇതിൽ സൈക്കോളജിക്കൽ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ബോട്ടാകുമ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അതിൻ്റെ പാട്ടിനെടുത്തോളും, നമ്മൾ അങ്ങോട്ട് നോക്കാതിരുന്നാൽ മതി. അതാണ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ 24 hours നമ്മൾ എത്രമാത്രം ട്രേഡ് എടുക്കുന്നു ആ സമയത്തൊക്കെ ഓൺ ആക്കി എടുക്കണം. അത് ഇടണം. അതാണ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജൂൺ മാസത്തിൽ ഏകദേശം ജൂൺ 25 ജൂൺ 25 ആയപ്പോൾ നമുക്ക് 800 സംതിങ് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ അപ്പോൾ ജൂൺ മാസത്തിൽ നമുക്ക് 100% മുകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2186 ആയിട്ടുണ്ട്. നമ്മൾ $1000 ഇട്ടത് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 2186. ഗ്രാഫ് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ്. നല്ല ഡോളറൊന്നും വന്നിട്ടില്ല, ചെറിയ ഡോളറുകളാണ് വന്നിരിക്കുന്നത്. കൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് സ്പൈക്കായിട്ടുള്ള മൂവ്മെൻ്റ് അല്ല, കുഴപ്പമില്ലാത്ത ഡ്രോഡൗണ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. വലിയ ഡ്രോഡൗൺ ഉണ്ടാവില്ല. നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം അധികം കുറച്ച് ട്രേഡുകൾ മാത്രം. ഇപ്പോൾ ഒരു മാസമായിട്ട് ആകെ ട്രേഡ് എടുത്തത് 150 ട്രേഡുകൾ മാത്രം എടുത്തത്. അപ്പോൾ ഒരു ദിവസം ആകെ ഏകദേശം 5 ട്രേഡുകളാണ് മാക്സിമം വന്നിരിക്കുന്നത്. 5 ട്രേഡുകളാണ് ഒരു ദിവസം മാക്സിമം വന്നിരിക്കുന്നത്. അപ്പോൾ 5 ട്രേഡ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഏകദേശം ഇതിൻ്റെ വിന്നിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ലോങ് ട്രേഡിൽ 93% കിട്ടിയിട്ടുണ്ട്, ഷോർട്ട് ട്രേഡ് 82%. അപ്പോൾ ആ ഒരു ജൂൺ മാസം ചിലപ്പോൾ ഒരു മന്ത്ലി എങ്ങനെയാണ് ആ ജൂൺ മാസം പോയത് എന്നൊക്കെ നോക്കുക. അതിനനുസരിച്ചൊക്കെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അനുസരിച്ചുള്ള ബാക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഏതായാലും ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള വേർഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എൻ്റെ റെഫറിലേക്ക് ഇതിൻ്റെ ഈ ഒരു IB ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ XNSൽ ട്രേഡ് ചെയ്യുന്ന ആൾ, ഇത് XNSൻ്റെ അക്കൗണ്ട് കേട്ടോ. ഇനി വേറെ ബ്രോക്കറിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കുക. അതിന് ശേഷം കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾ IB ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.